പലരും റിലീസ് ആയി കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. പക്ഷെ അവിടെ പിന്നെ ഷൈൻ ബൈ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഞാനൊരു പുതിയ പ്രൊഡ്യൂസറാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. അന്ന് വരുമ്പോ ഷാമിൽ വരുമ്പോ ഞാനും അല്ല, നമ്മള് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരു സിനിമ ഡെയിലി എല്ലാവരും പുതിയതാണ്. മമ്മൂക്കയും മോഹൻലാലും എല്ലാവരും പുതിയ ആൾക്കാരെ പോലെയാണ് ഇൻഡസ്ട്രി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങനെ ട്രൈ ചെയ്താലേ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം ഓരോ തിരയും പുതിയതല്ലേ. ആ ഓരോ തിരയും ഫേസ് ചെയ്താലേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മള് 2-30,000 തിര കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇരുന്നാലും വരുന്നത് നെക്സ്റ്റ് ന്യൂ തിര അല്ലേ? കടലിൽ പോണ കാര്യമായിട്ട് പറയണം. മനസ്സിലായില്ലേ? അപ്പോ ഡെയിലി ഫേസ് ചെയ്തുകൊണ്ടിരിക്കണം. എവിടെയും തീരുന്നില്ല. ഡെയിലി ട്രൈ ചെയ്യുക. അപ്പോ കാര്യം സോഫാർ ഇപ്പൊ നമ്മുടെ ഔട്ട്പുട്ട് വളരെ നല്ലതാണ്. സിനിമ ഇസ് ഗുഡ്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണുക. നമ്മുടെ പുതിയ ടീമിനെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. അടുത്തൊരു സിനിമ വരാൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയിട്ട് ഞാൻ താങ്ക്സ് ഫോർ എവരിബഡി. ഈ പരിപാടി പഠിച്ചില്ലേ? പ്രീ പ്രോസസ് പഠിച്ചില്ല. ഇനി 1 കിലോ മത്തിക്ക് എത്ര വരാൻ മനസ്സിലായി. അഭിനന്ദന് ലാസ്റ്റ് എല്ലാം കൂടി ഒരു സംസാരമുണ്ട്. കാരണം അഭിനന്ദന് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ആമേൻ മുതൽ പറഞ്ഞു തുടങ്ങിയാൽ മതിയാ. ആമേന് മുന്നേ നായകൻ ഞാൻ കണ്ടതിൽ വെച്ച് പുറത്തുനിന്ന് ഒരു ക്യാമറ വരുമ്പോ ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ഡയറക്ടർ കൂടിയാണ് സാധാരണ വർക്ക് ചെയ്യാറ്. പക്ഷെ വരാൻ പോകുന്ന അമുട്ടുകളുടെ കൂടെ മുന്നേ വർക്ക് ചെയ്ത് തുടങ്ങിയ മനസ്സിലാകാൻ. കാരണം ആമേൻ ചെയ്യുന്നതിൽ ലിജോ അവിടെ വീട്ടിലുണ്ടായിരുന്നില്ല അല്ലേ? അതുവരെ ചെയ്ത പടങ്ങളൊക്കെ ക്ലാസ് ആയിരുന്നെങ്കിലും പക്ഷെ അന്ന് ആമേൻ ചെയ്യാൻ പുള്ളി കൂട്ടുന്നു അല്ലേ? നമ്മളൊന്ന് അഭിനന്ദ ആമേൻ കണ്ട് നമ്മളന്ന് വർണ്ണാഭമായ ഇപ്പം കണ്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? അത് കഴിഞ്ഞു അങ്ങനെ ഞാൻ ലക്ഷദ്വീപ് വരെ ഒന്ന് പോയാലോ എന്ന് വരെ വെച്ചു. അവിടെ ജയിലും തുറന്നില്ല, പോലീസില്ല, മദ്യമില്ല, ഒന്നും ഇല്ലാന്ന് കേട്ടപ്പോൾ ഞാൻ അതേ എനിക്ക് അത് കാരണം ഞാൻ വൈദ്യാക്കിയൊന്നും ഇവിടുന്ന് അനങ്ങിയിട്ടില്ല. അതിന്റെ കൂടെ ഒരു കൂട്ടം ആൾക്കാരും ചേർന്നില്ല. പിന്നെ അത് കഴിഞ്ഞാൽ കുരുതിയ അല്ല, പിന്നെ ഫുൾ ഡബിൾ ബാരലാണ്. ഇനി പുള്ളി പറയാം. Very happy to be here because ரெண்டு படம் இருந்துச்சு. அப்ப வந்து ஐ கேம் டு மீட் சஜில். அப்ப ஜெரின் வந்து நான் முன்னாடி ஷமீரோட ஒர்க் பண்ணும்போது ஜெரின் வந்து தெரியும். ஜெரின் ஒன்லி கால் மீ ஃபார் திஸ் ஃபிலிம். ஹி செட் இந்த மாதிரி ஒரு காலேஜ் கேம்பஸ் படம் அப்படின்னு சொல்லி ஜெரினும் நசீரும் ஃபோன் பண்ணி கூப்பிட்டாங்க. கேம்பஸ் படம் தான். அப்போ ஃபுல் படம் கேம்பஸ்லயே இருக்கும். அப்படின்னா கேம்பஸ்ல லொகேஷன்லாம் பார்த்தாச்சு கேட்டா வி ஆல்ரெடி சா த லொகேஷன் அப்படின்னாங்க. ஸோ தென் ஐ கேம் டவுன். ஸோ நான் வந்து சஜில மீட் பண்ண வந்தபோது லிஜோவோட அசிஸ்டன்ட் அவரு. நான் லிஜோ கூட ஒர்க் பண்ணுவோம் இல்லை. அதுக்கப்புறம் நான் லிஜோ கூட ஒர்க் பண்ண ஒரு ஸ்கூல்ல படிச்சிருப்பாங்க. ஸோ ஐ கேம் அண்ட் மெட் சஜில். தென் தேர் வாஸ் another film with a big director and a big hero. But after meeting Sajil, I wanted to do this film because Sajil எப்படின்னா சஜிலோட முன்னாடி படத்துல ஜெரின் வந்து அசோசியேட் எடிட்டர். He wanted to give Jerin a chance. So அந்த மாதிரி he had selected lot of people. He wanted to give lot of chances like how he had got a chance. So I wanted to work with this younger team. The day I met him, I understood this was his second film. But today I say he'll at least minimum do another 28 films in this industry. That is for sure. He'll stay for another 3 decades for sure. യുവരക്തങ്ങൾ അന്വേഷണം നടക്കുന്ന കുട്ടിയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത പടം ഇതായിരുന്നു അന്ന്. അതല്ലല്ലോ, അമേരിക്കൻ പടം തന്നെ. അതെല്ലാം ഉപേക്ഷിച്ചും കൂടി ഈ പറഞ്ഞതില്ലേ. എനിക്കിപ്പോഴും അഭിനന്ദന്റെ സെലക്ഷൻ ഞാൻ പറയാം. പുതിയതായി തുടങ്ങാനിരിക്കുന്ന ഒരു അമുട്ടാണ് പുള്ളി കയറി പിടിക്കുന്നത്. അപ്പോൾ അമുട്ടായി പുള്ളി പഠിക്കാൻ താല്പര്യമില്ല. ഘടകൻ എന്നുള്ള പടം കണ്ടിട്ടില്ല. അല്ലല്ല, പുള്ളി കണ്ടിട്ടുണ്ട്, അഭിനന്ദൻ കണ്ടിട്ടുണ്ട്. സോ ഘടകൻ ഞാൻ പിന്നീടാണ് കാണുന്നത് അഭിനയിച്ചതിനു. അത് എന്റെ അടുത്ത് ദുബൈയിൽ പറയണം സ്വന്തമായിട്ട് എനിക്കൊരു ക്യാരക്ടറൊക്കെ നിന്ന് പറഞ്ഞിരിക്കണം. ഞാൻ
ഇവിടെ ഇതൊന്നും വന്നിട്ടില്ല. ഇതുവരെ ഇവിടെ നോക്കിയത് വാലിബൻ. ഓ, അത് ആ ഒരൊറ്റ പടം വർക്ക് ചെയ്തപ്പോ അത് 2 ദിവസം വർക്ക് ചെയ്താൽ മതിയാവും നിങ്ങൾക്കൊക്കെ. മതി. ഞാൻ എപ്പോഴും പറയും, ഞാൻ കമൽദാസ് ഫുൾ LKG മുതൽ പഠിച്ചത് മാഷിക്ക് 8ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്ത പരിപാടിയാണ്. ഞാൻ LKG 8ാം ക്ലാസ് അറിയോ, 10ാം ക്ലാസ് ആവണ്ടേ, അങ്ങനെ 8ാം ക്ലാസ്സിൽ ചേർന്ന പോലെയാ. അതേപോലെ ഇവരൊക്കെ പറഞ്ഞാൽ ഒരു പടം വർക്ക് ചെയ്താൽ മതി. ഞാനൊക്കെ 20 പടം വർക്ക് ചെയ്താലും പടം ചെയ്യില്ല. കാരണം എന്നെ കൊണ്ട് ഇത്രയും മനസ്സിന്റെ പണി ചെയ്യാൻ പറ്റും. ഇത്രയും ആക്ടിക്കായിട്ട് അല്ലേ? എന്നാലും അതിന്റെ ഒരു രസം പറഞ്ഞു. So, அப்போ சஜில் பத்தி சொல்லணும்னா இந்த டீம்ல ஆக்சுவலி நானு ப்ரொடியூசர் அப்புறம் ஷைன் நசீர் இன்னும் ஒரு 2-3 பேர் தான் வந்து above 35 or above 40 above 35. அப்புறம் சஜிலோட மொத்த டீமோட ஏஜ் நீங்க ஆவரேஜா போட்டு பாத்தீங்கன்னா 25 தான் இருக்கும். அவரோட ஏடிஸா இருக்கட்டும், ஒரே ஒரு அசோசியேட் மட்டும் தான் கொஞ்சம் ஏஜ் ஜாஸ்தி. ஸோ ஹேட் என்டையர், அதாவது சஜிலோட ஸ்ட்ரக்சர் எப்படின்னா, இப்போ ஷமீரோட ஒர்க் பண்ணாரு ஒரு அசிஸ்டன்டா. ஸோ ஹி கேவ் அ சான்ஸ் லைக் தட் whoever he has met in his journey he has brought everybody along. இப்போ அதே மாதிரி தான் மஞ்சூர் கவர் பிடிச்சாரு. ஸோ ஃப்ரம் திஸ் ஃபில்ம் he'll at least make 4-5 people out of it. And என்ன சொல்றது, இது வந்து ஒரு பிரான்ச் மாதிரி. he is like giving chances to everybody. he has come through his journey. ஸோ அந்த மாதிரி இதுல இருந்து நிறைய பேருக்கு இன்னும் ஒரு 5 films out of this will be made. I believe that. And அப்புறம் இங்க உட்கார்ந்து ரொம்ப குவாய்ட்டா உட்கார்ந்துருக்காங்க சிவா, ஃபைஸ், அப்புறம் சாபிக், சுபர்ணா, அனு, அமீன், ஜஸ்னி, இவங்க எல்லாருமே வந்து இன்னும் ஒரு ஷைன் ஏற்கனவே வந்தாச்சு. ஸோ அதனால ஸோ இவங்க எல்லாருமே நெக்ஸ்ட் 5 இயர்ஸ்ல ஒவ்வொருத்தரும் ஒவ்வொரு சூப்பர் ஸ்டார் அந்த ரேஞ்சில் இருப்பாங்க. And they'll be ruling this Malayalam industry because I saw their talent. இது வந்து எப்படி சங்கர் சார் வந்து பாய்ஸ்னு ஒரு படம் பயங்கர ஹை பட்ஜெட்ல எடுத்தாரு. சஜித் சொல்லி ஒரு படம். ஸோ இந்த படத்துல இருந்து நிறைய ஸ்டார்ஸ் வெளியே வருவாங்க. அண்ட் இட் வாஸ் வெரி ஹாப்பி டு ஒர்க் வித் கோபி சுந்தர் சாரோட சாங்ஸ்க்கு ஷூட் பண்ணது ரொம்ப ஹாப்பி. அப்புறம் ஜெரின் கூட ஒர்க் பண்ணல பயங்கர ஹாப்பி. ஷமீரோட அசிஸ்டண்டா தெரியும். அதே மாதிரி இதுல புது 2 ரைட்டர்ஸ் இன்ட்ரோடியூஸ் பண்ணிருக்காரு, செஹரு அண்ட் அமீர். அவர்கிட்ட 2 பேரும் செட்டில் அப்படியே இப்படி நடந்துட்டு இருப்பாங்க. என்னன்னு கேட்டா, நாங்க கன்சியூம் பண்ண மாதிரி இல்லை, என்ன கன்சியூம் பண்ணீங்க சொல்லுங்க, அந்த மாதிரி எடுத்து தந்துடுறேன் அப்படின்னு சொல்லியிருப்பாங்க. ஸோ இட் வாஸ் வெரி குட் எக்ஸ்பீரியன்ஸ். இவங்க கூட ஒர்க் பண்ணும்போது எனக்கும் ஒரு 5-10 இயர்ஸ் ஏஜ் கம்மியான மாதிரி പടം കഴിയുമ്പോഴേക്കും ഡയറക്ടറും ക്യാമറമാനും കൂടി തല്ലി പിരിയണമെന്നുണ്ട് ഒരുപാട്. പക്ഷെ അഭിനയത്തിന്റെ കൂടെ സംഭവിക്കുകയില്ല. റിലേഷൻഷിപ്പിലായാലും അത് തന്നെയായിരിക്കും. വരില്ലേ അല്ലേ? അഭിനന്ദനായിട്ട് കൂടുതലല്ലേ പടം കഴിഞ്ഞാലും നൈസ് ഹസ്ബൻഡ് വൈഫ് ഡയറക്ടർ ക്യാമറ. ബാക്കി എല്ലാ അവൾക്ക് കുറച്ച് ഈഗോഗ്ലാഷൻസ് ഉണ്ടാവും. இது ஹஸ்பண்ட் ஒய்ஃபோட பிரதர் மாதிரி ஆயிடுச்சு, சின்ன தம்பி இது அந்த மாதிரி. இப்ப நம்ம ஒய்ஃப்னா கூட டைவர்ஸ் பண்ற சான்ஸ் இருக்கு, இது தம்பியா ஆயிட்டாரு. சோ அதனால அண்ணன் தம்பி. ஆல் த லேடிஸ் இன் த ஃபில்ம் ஆர் ஆல்சோ குட். நம்ம மோனோட பேர் வந்து ஷமீன் ஃபரான், பயங்கரமான துல்கர் ஃபேன். அவர் வந்து நல்லா லைக் ஜிஷ்ணு, எக்ஸா, அதுக்கப்புறம் ரெஜின், நிவின் எல்லாருமே ரொம்ப நல்லா ஒர்க் பண்ணாங்க. ஸோ தே ஆல் வேர் லைக் ஒரு ஃப்ரெண்ட்ஸ் கூட ஷார்ட் ஃபிலிம் எடுத்தா என்ன வைப் இருக்குமோ அந்த வைப்ல எவ்ரிபடி ஒர்க். இட் வாஸ் நாட் லைக் த ஏடிஸ் ஆர் ஒர்க்கிங் ஃபார் இட், தேர் ஒர்க்கிங் அலாங் வித் இட். இட் வாஸ் லைக் தட். அண்ட் ஐ சா கிரேட் பொட்டன்ஷியல் இன் ஆல் த ஆக்டர்ஸ். சிவாலாம் ஒவ்வொரு ஃப்ரேம்ல இம்ப்ரூவ். சாபிக் வந்து ஏற்கனவே ஒரு ஸ்டார் மெட்டீரியல். அமீனும் அதே மாதிரி தான். அமீன் இந்த மட்டும் ஓடிட்டு இருக்கு. அமீன் வந்து இந்த படத்துல இருந்து இப்பயும் சேலரி ட்ரிபிள் ஆயிடுச்சு. இன்னும் 1 இயர்ல வந்து அந்த ட்ரிபிள் இருந்து இன்னும் ட்ரிபிள் ஆகும். ஜஸ்னியா கிரேட் டான்சர், சூப்பர்னா வந்து டான்ஸ் டீச்சர். இன்னும் ஒரு ஹீரோயின் இருக்காங்க, அவங்க வரல. இந்த
அனு வந்து இன்னொரு பிரதர். ஸோ நல்ல ஆனந்த் சொல்லிட்டு யாரு சிஸ்டர், யாரு சிஸ்டரா சொல்லலாம், மஞ்சு சேச்சி சிஸ்டர். அப்புறம் ஜெஸ்டியோட அப்பா வந்து சிஸ்டர், சிஸ்டரோட டாக்டர். சரி, இப்போ ஜெரின்ட்ட அப்புறம் மஞ்சுக்கு வச்சு ரொம்ப ஹாப்பி. நம்ம எப்படின்னா ஒரு ஐடியா ஃபார்ம் பண்ணிட்டு இப்போ நிறைய சேஞ்சஸ் நடக்கும். அப்போ உடனே மஞ்சுக்கு ஒரு மெசேஜ் பண்ணுவோம், பிளான் இமிடியட்லி சென்ட் கோ ஹெட். அந்த கோ ஹெட் கிடைச்ச உடனே வில் ஸ்டார்ட் ப்ராசஸிங். அண்ட் ஹீஸ் பீன் வெரி சப்போர்ட்டிவ். ஹீஸ் ஆக்சுவலி அ வெரி குட் ப்ரொடியூசர். வி நீட் அ ப்ரொடியூசர் லைக் ஹிம் இன் மலையாளம் இண்டஸ்ட்ரி. இப்போ நம்ம வந்து ஒரு பேட் ஃபிலிம் எடுத்துட்டு அதை வந்து நீங்க புஷ் பண்ணி ஹிட் ஆகிக்கணும்னு சொல்ல, இந்த படத்தை பார்த்த எல்லாருமே they said it's very good. Only people who have not seen this film have told very bad things about the film. People who have seen the film, we are also very happy because நம்ம ஷோ போய் பார்க்கும்போது not even 1% or when you see a film you won't feel anything bad about this film. Everything about this film is good. So if this film works, he will at least introduce another 5 directors, 5 new directors to the industry. He is a very capable producer. Soon he will be making bigger films in this industry. Please make him survive பண்ண விடுங்க. Thank you. പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ സിനിമ ഇല്ല. അപ്പോ ഒരു സിനിമ ഹിറ്റായാൽ മാത്രമാണ് അടുത്തൊരു പുതുമുഖ സംവിധായകന് ചാൻസ് ഉള്ളൂ. കാര്യം സാറിന് ഒരുപാട് പുതുമുഖ സംവിധായകർ വരുന്നുണ്ട്. അപ്പൊ സാറിന് നമ്മളൊരു പടം ഹിറ്റായില്ലെങ്കിൽ അത് നമ്മുടെ ഫസ്റ്റ് പടമാണ്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ നമ്മുടെ അമീൻ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അമീൻ നമ്മള് സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഫസ്റ്റ് മൈൻഡ് വന്ന ആളാണ് അമീൻ. അത് ഞാൻ കുറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമീൻ എല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജസ്റ്റിയ, പിന്നെ ഷെയ്ജേട്ടൻ. ജസ്റ്റിയനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഞാൻ ഓരോരുത്തരോട് പറയുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സൗണ്ട് മിക്സ് ചെയ്തിട്ടുള്ളത് രാജാചേട്ടനാണ്. രാജേട്ടൻ ഒരു സറൗണ്ട് മിക്സിൽ കുറച്ച് പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം തിയേറ്ററിൽ കാണുന്ന സാധനമാണ്. ഇനിയിപ്പോ കാണാത്ത ആൾക്കാരൊക്കെ വന്നിട്ട് ഒരാൾ റിവ്യൂ ഇട്ടപ്പോ ഞാൻ വെറുതെ മെസ്സേജ് അയച്ചു, ബ്രോ എവിടുന്ന പടം കണ്ടത്? മുംബൈയിൽ പടം റിലീസായിട്ടില്ല. അയാൾ വന്നിട്ട് പറയണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഉറങ്ങിപ്പോയിരുന്നു. അപ്പൊ ഞാൻ ചുമ്മാ എനിക്ക് സങ്കടം കൊണ്ട് ഞാൻ മെസ്സേജ്, ബ്രോ എവിടുന്ന പടം കണ്ടത്? ബർഗർ കഴിച്ചു. അപ്പൊ ആ പുള്ളി പറയുന്നത്, ബ്രോ ഞാൻ മുംബൈയിൽ നിന്നാണ് കണ്ടത്. മുംബൈയിൽ നിന്ന് ചോദിച്ചപ്പോ ആന്തേരി മാറുന്നാണ്. ഞാൻ ആന്തേരി ഞാൻ നമ്മള് അവിടെ എവിടെയെങ്കിലും റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇല്ല, നമ്മള് കേരളം മാത്രം റിലീസ് ചെയ്തിട്ടുള്ളൂ. ഇനി അടുത്ത വീക്കാണ് ബാക്കിയുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് റിവ്യൂ വരുന്നത്. അപ്പൊ അതിൽ ഭയങ്കര വിഷമമുണ്ട്. അതുപോലെ തന്നെ ഗോപിച്ചേട്ടനാണ് നമ്മളെ മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ആള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് ഞാൻ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കാര്യം പുള്ളിനെ ഇരുത്തി അങ്ങനെയല്ല, ഞാൻ എപ്പോഴും പുള്ളിയോട് പറയും നമുക്കിത് ഇങ്ങനെ വേണ്ടത്, ഇതിങ്ങനെ വേണമെന്ന് ഇരുത്തി നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. അപ്പൊ അത് നന്നായി വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് ടെക്നീഷ്യൻസ്, ഞാൻ ആരും വിട്ടുപോയിക്കണമെന്നറിയില്ല. ഇല്ലല്ല, വന്നിട്ടില്ല. കൊറിയോഗ്രാഫർ ഉണ്ട്, അതേപോലെ നമ്മുടെ കോസ്റ്റ്യൂമർ നിസാർക്ക, മേക്കപ്പ് മാൻ നമ്മുടെ റഷീദ്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാരും ഞാൻ വെറുതെ പറയുന്നില്ല. ഇനി ഇവിടുന്ന് പറഞ്ഞ അനു പറഞ്ഞ പോലെ തന്നെ എല്ലാരും ഫസ്റ്റ് ഭയങ്കര എനർജിയിൽ വന്നിട്ട് പിന്നെ അങ്ങനെ ഡൗൺ ആയി. അതൊക്കെ ഇപ്പൊ ഊർജിതമായിട്ട് വരുന്നുണ്ട്. കാരണം അതിന് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. സുവർണക്ക് ഒരുപാട് മെസ്സേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതും നമ്മുടെ പടത്തിന്റെ നായകനാണ്. അതും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫായിസ്, ശിവരാജ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കമന്റ് ശിവനെ കുറിച്ച് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ PR പ്രേക്ഷകൻ, പിന്നെ ഇവിടുത്തെ PR മനുചേച്ചി, ചേട്ടൻ, എല്ലാരും പറഞ്ഞു. ഇനി 2 വാക്ക് സംസാരിക്കാൻ വേണ്ടിട്ട് സാറിന് ഇല്ല, അത് നമ്മൾ അത്രയും മോശം പുറത്ത് പറയാനുള്ള കാരണം വെച്ചാൽ ഒത്തിരി സിനിമയെ കൊല്ലുന്നവരാണ് പുറത്ത് അറിയുന്നവരാണ്, ഉറപ്പായിട്ട് അറിയുന്നവരാണ്. എന്റെ പേഴ്സണൽ ബന്ധമാണ്. ഞാൻ
അതായത് അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രശ്നത്തെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. പ്രശ്നക്കാരനെയോ നമ്മുടെ സിനിമ എന്നുള്ളതല്ല എല്ലാം ഞാൻ പറഞ്ഞ അത് ഈ സോഷ്യൽ മീഡിയ എന്നുള്ള വീഡിയോ അവിടെ ഉണ്ടല്ലോ, അതെ ചെയ്യാലോ അല്ലേ? ആക്ച്വലി അത് പറയുന്നത് മോശമാണ്. കാരണം അല്ലേ ഇല്ല, നമ്മളെന്താ വെച്ചാല് അത് ഞങ്ങളത് ഇതിന് ഞാൻ മറുപടി പറയാം. ഈ യൂട്യൂബ് ചാനലിനെതിരെ ഓൾറെഡി കേസുണ്ട്. കേസുള്ള യൂട്യൂബ് ചാനല് നേരത്തെ എല്ലാ പ്രമുഖ മാധ്യമങ്ങളിലും വന്നിട്ടുള്ള അവർക്കെതിരെ നേരത്തെ മുമ്പ് പ്രൊഡ്യൂസേഴ്സ് കേസ് കൊടുത്തിട്ടുള്ള 3 യൂട്യൂബ് ചാനല് ട്രെൻഡ് സെന്റർ എന്ന് പറയുന്ന ഒരു പേര് എനിക്ക് കാണാതറിയാം. ബാക്കിയുള്ള പേരുകൾക്കെതിരെ നേരത്തെ കേസ് കൊടുത്ത് പല പ്രൊഡ്യൂസേഴ്സും കേസ് കൊടുത്തതാണ്. എല്ലാ വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും വൈകുന്നേരം തിരുവനന്തപുരത്ത് തിയേറ്ററിൽ വന്നിട്ട് നെഗറ്റീവ് റിവ്യൂ മാത്രം ഇട്ട് ആ കണ്ടന്റിന് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന മാധ്യമ സമൂഹം എന്ന് പറയുന്ന അവർക്ക് കൂടി ചീത്തപ്പേര് ഉണ്ടാക്കുന്നവരാണ് ഇവരെ, അല്ലാതെ യഥാർത്ഥ മാധ്യമ പ്രവർത്തകരല്ല. നേരത്തെ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞതുപോലെ നെഗറ്റീവ് മാത്രം പറയൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ആ ചാനൽ എടുത്ത് നോക്കിയാൽ നേരത്തെ പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം നേരത്തെ വന്നതാണ്, ഈ ഇവരുടെ പേരുകൾ വന്നതാണ്, ഇവർക്കെതിരെ കേസുകൾ വന്നതാണ്. അവരത് മാത്രമേ ചെയ്യത്തുള്ളൂ. ഞാൻ ഈ ഡബ്ബി സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് കണ്ടതാണ്. ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം സുവർണയുടെ അച്ഛനും അമ്മയ്ക്കും സംസാരിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഈ പറഞ്ഞവർക്ക് വെറും 806 വ്യൂസും അല്ലെങ്കിൽ 1006 വ്യൂസ് മാത്രമേ ഈ 4-5 പേര് നെഗറ്റീവ് പറഞ്ഞവർ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ സുവർണയുടെ അമ്മയും അച്ഛനും സംസാരിക്കാൻ പറ്റാത്തവരായിട്ട് കൂടി അവര് പുറത്തിറങ്ങിയിട്ട് ആംഗ്യ ഭാഷ കൊണ്ട് സ്വന്തം മോളെയും ഈ സിനിമയും പറഞ്ഞ വാക്കുകളുണ്ട്. അതിന് കിട്ടിയത് 5.6 മില്യൺ 7 മില്യനാണ്. അതാണ് ഏറ്റവും കൂടുതൽ. അങ്ങനെ സിനിമ ആർക്കും താഴ്ക്കാൻ വേണ്ടി പറ്റത്തില്ല. നമ്മുടെ സിനിമ മാത്രമല്ല, ഇപ്പൊ ഒരു 10 സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അതിൽ 9 സിനിമ ഇങ്ങനെ വരുന്നത്. അത് എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാവില്ല. അതിപ്പോ എന്റെ ഫസ്റ്റ് സിനിമ എന്റെ സെക്കൻഡ് സിനിമ എന്നുള്ളതിലല്ല. ഇപ്പൊ തേർഡ് സിനിമ ചെയ്താലും ഇപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സ് സിനിമ ചെയ്യുമ്പോ അവർക്ക് ഈ പ്രശ്നമുണ്ട്. എല്ലാ ഡയറക്ടേഴ്സും പുതിയ വരുന്ന എല്ലാ ഡയറക്ടേഴ്സും ഈ പ്രശ്നമുണ്ട്. ഞങ്ങള് ഒരുപാട് ഡയറക്ടേഴ്സ് തമ്മിൽ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. നമ്മളിപ്പോ ഓപ്പണായിട്ട് പറഞ്ഞോളൂ, പല ഡയറക്ടേഴ്സിനും ഈ ഫസ്റ്റ് ഡേ എന്തെങ്കിലും നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഡൗൺ ആവുകയാണ്. നമ്മുടെ പ്രൊഡ്യൂസർ പറഞ്ഞ് വരും, നമുക്ക് നോക്കാം, എന്നോട് കാണാമെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കലി അത് കയറിപ്പോയി. ഇപ്പൊ സീരിയസ്ലി ജെന്യൂൻലി പറയാണ്, 1 രൂപ പോലും ഇത്ര ടിക്കറ്റ് എടുക്കണം അത്ര ടിക്കറ്റ് എടുക്കണം പരിപാടി ചെയ്തിട്ടില്ല. അല്ലാണ്ട് തിയേറ്ററുകളിൽ ഹൗസ്ഫുള്ളാണ്. 25 ഷോ ഇന്നലെ ഹൗസ്ഫുള്ളാണ്. അതേപോലെ തന്നെ ഇന്നലെ ഞങ്ങൾ വൈലത്തൂർ പോയ സമയത്ത് അവിടെ അടുത്ത ഷോ ആഡ് ചെയ്യാൻ വേണ്ടി പറയാണ്. അങ്ങനെ ഒരുപാട് തിയേറ്റേഴ്സ് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതന്നെയാണ് നമ്മളെ എന്തൊക്കെ പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി നോർമൽ ഓഡിയൻസിന് ഇത് വർക്കാവുന്നതാണ്. അപ്പൊ അത് വർക്കായി തുടങ്ങി, അപ്പായി തുടങ്ങി. അതാണ് ഞാൻ ഇത്ര സന്തോഷിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് സാറിന് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാന്ന് ഞങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ആയി. അത്രയും കോളുകൾ വരുന്നുണ്ട്. കുറെ നല്ല ഇൻഫ്ലുവൻസേഴ്സ് അവര് പടം കണ്ടിട്ട് അവരെന്നെ ഓൺ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് ഏറ്റവും സന്തോഷമായിരുന്നു, അല്ലെ? പിന്നെ നമുക്ക് ഒരുപാട് ആൾക്കാർ മെൻഷൻ ചെയ്തത് നിങ്ങൾ ഈ പടം പോയി കാണും, ഞങ്ങൾ കണ്ടു. അതുകൊണ്ട് അങ്ങനെ കുറെ ആൾക്കാർ ഇടുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അപ്പൊ അവരെന്നെ അത് റീച്ച് ആക്കിയിട്ടുണ്ട്, അത് റീച്ച് ആവുന്നുണ്ട്. അതിന്റെ ഹാപ്പിനെസ്, അതിന്റെ സന്തോഷത്തിലാണ് ആയിട്ടുള്ളത്. അതറിയില്ല എന്താണെന്നുള്ളത്. അതിപ്പോ നോർമലി ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഒരു പടം വരാൻ പോകുന്ന സമയത്ത് ഒരുപാട് പോകുന്നത് എനിക്കും മനസ്സൂർക്കാർക്കും ഈ പറഞ്ഞ ടീമിലെ ആർട്ടിസ്റ്റുകാരെ വരുന്നുണ്ട്. ഞങ്ങൾ ഈ ഭാഗത്ത് ഇങ്ങനെ ചെയ്യാം, ഞങ്ങൾ ഇത്ര ഈ ഏരിയയിൽ നമ്മൾ ഇങ്ങനെ അങ്ങനെയൊക്കെ വരാറുണ്ട്. റൈറ്റപ്സ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ ഇന്നും കൂടെ നമ്മുടെ കയ്യിൽ തൊട്ടുമുമ്പ് എന്താണ് വിളിച്ചിട്ട് പറഞ്ഞു, റൈറ്റപ്പ് ഞങ്ങൾ ഇങ്ങനെ റൈറ്റപ്പ് ഇടാൻ പറഞ്ഞു. അപ്പൊ ബ്രോ പടം കണ്ടില്ല, പടം കണ്ടിട്ടില്ല, ഞാൻ റൈറ്റപ്പ് ആദ്യം കണ്ടിട്ട് പടം കാണാണ്. ഇതാണ് അവസ്ഥ. അപ്പൊ അത് ഈ നമ്മുടെ സിനിമയ്ക്ക് എല്ലാ സിനിമകളും അതിന്റെ അവസ്ഥ. എനിക്ക് അധികം ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് നിരവധിയായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഫ്രണ്ട്സ് പടം ചെയ്ത് പടം റിലീസായി ഹിറ്റടിച്ചവരുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ നല്ല കണ്ടന്റിനെ ആരും കാണാത്തതുണ്ട്. അപ്പൊ ഇവരൊക്കെ അനുഭവിക്കുന്ന പ്രശ്നമാണ്. നമ്മളിപ്പോ നമുക്ക് ഇത്രയൊരു ബാക്ക് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ തുറന്നു പറഞ്ഞു. എനിക്ക് നമ്മൾ പറയില്ല, നമ്മൾ എന്തെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ ബ്രേക്കിനായ മതി ഇരിക്കും. പക്ഷെ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പടം അല്ലെങ്കിൽ വരാൻ പോണ പടം നോക്കിയെങ്കിലും അതൊരു സമാധാനം ഉണ്ടാവും വിചാരിക്കുക. അതാണ്
ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ നമുക്ക് പറയാനുള്ള ആൾക്കാരും നമ്മൾ സപ്പോർട്ട് ചെയ്യാനുള്ള മീഡിയ ഫ്രണ്ട്സിനും താങ്ക് യു. നമ്മുടെ സിനിമ കേരളത്തിൽ ഇപ്പോൾ തിയേറ്ററുകളിൽ റിലീസായിട്ടുണ്ട്. ഒരു ക്യാമ്പസ് ബേസ്ഡ് ഒരു കംപ്ലീറ്റ് ഫുൾ പാക്ഡ് മൂവിയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ സിനിമ ഇഷ്ടപ്പെടുമ്പോൾ നമുക്ക് മെസ്സേജ് അയക്കുകയും ഒരുപാട് പേർക്ക് അത് ആ സിനിമ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ അറിയിക്കാത്ത രീതിയിലുള്ള നെഗറ്റീവ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പറ്റാവുന്നിടത്തോളം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങൾ കാര്യങ്ങൾ എല്ലാവരും പുതിയ ആൾക്കാരാണ്. ഞങ്ങളുടെ മീഡിയതായിരുന്നു അല്ല, ഞങ്ങൾ ഞങ്ങള് പുതിയ ആളുകളാണ്. ഞാനായാലും അമീനായാലും അനുവായാലും ഫായിസ് ആയാലും ഹരിയായാലും എല്ലാവരും. അപ്പോൾ ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങൾ പൈസ മുടക്കിയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ. അപ്പോൾ അദ്ദേഹം ഇപ്പൊ നേരിടുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ മുകളിൽ നല്ലൊരു സിനിമ നിങ്ങൾ കാര്യം സിനിമ ഉണ്ടാകുന്നല്ലേ, നല്ലൊരു സിനിമയല്ലേ. അപ്പോൾ താങ്ക് യു സോ മച്ച്. Shoot for the 3 states looking at how all 5 of you stayed together. Adapati, how was this experience? How you can tell? ഈ സിനിമയുടെ ഷൂട്ട് ഒരു 58-60 ദിവസമാണ് ഷൂട്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മൾ KPS മമ്പാട് കോളേജിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾക്ക് പ്രൊഡ്യൂസർ സാർ ഒരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 5 പേരും പടത്തിൽ ഉള്ള 5 പേരും ഞങ്ങൾ അവിടെയായിരുന്നു സ്റ്റേ ചെയ്തത്. വളരെയധികം എൻജോയ് ചെയ്ത് എന്താ പറയാ, ഒരു 60 ദിവസത്തോളം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഫീല് പോലും കിട്ടാതെ അത്രത്തോളം എൻജോയ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തൊരു സിനിമയാണ് അത്. ആ ഒരു ഞങ്ങളുടെ ഇടയിൽ ഒരു ബോണ്ടായിരുന്നു സിനിമയിൽ കാണുമ്പോൾ അത് മനസ്സിലാവും. അത് അത്രയും നാളെ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് എന്താ പറയുക, ഓരോ ദിവസവും ഞങ്ങൾക്ക് സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ എന്താ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും സിനിമ പോയി കാണാം. താങ്ക് യു, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഇതിലേക്ക് ഷൈന വേണമെന്ന് ഷൈന അഭിപ്രായം എന്താ? ആ ഷൈന തന്നെ വേണമെന്ന് ഷൈൻചേട്ടൻ ആക്ടറല്ലേ. അപ്പൊ ഷൈൻചേട്ടനെ പോലത്തെ ആക്ടർ കിട്ടുക പറഞ്ഞാല് അത് അല്ല, ഞാൻ കടകളിലും കൊടുക്കാൻ റീച്ച് ചെയ്തു. അപ്പൊ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെയോ വേറെ പടങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയില്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മള് ഇങ്ങനെ ഡിസ്കഷൻ വന്നപ്പോഴത്തേക്ക് സെറ്റായി. അങ്ങനെ വന്നാണ്. ഒരു കാര്യം പറയാൻ കിട്ടുകയും നമ്മുടെ ഈ സിനിമ ഇതിന്റെ പുറകില് അത്രത്തോളം ലാഭമില്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് സച്ചിൻ മമ്പാട് ഞങ്ങളെപ്പോലെ കുറച്ച് പുതിയ പിള്ളേരായിട്ട് ഒരു പരിപാടി കാണിച്ച് അത് എക്സിക്യൂട്ട് ചെയ്തു. അതൊരു സിനിമയായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ അതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. അപ്പോൾ അതൊന്നും വെറുതെ ആയി പോകരുതെന്ന് നിങ്ങളോട് നിങ്ങളെല്ലാവരും സിനിമ പോയി കാണാം. എങ്കിലാണ് ഒരു പുതിയ ഡയറക്ടറെ വിശ്വസിച്ച് ഒരു പുതിയ പ്രൊഡ്യൂസർ പൈസ പ്രൊഡ്യൂസ് ചെയ്യാൻ ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാൻ മുന്നോട്ട് വരികയുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. നടക്കൂടെ സോഷ്യൽ മീഡിയയിൽ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നു. ശരിക്കും ഒരു ഇതേപോലത്തെ സിനിമ ഇങ്ങനെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുമ്പോൾ ഒരു തരം ഓഡിയൻസിന് കണ്ട് വിശ്വസിച്ച് സിനിമ കാണാതെ പോകുന്നു. അപ്പോൾ ഇത് എത്രത്തോളം സിനിമയ്ക്ക് മോശമായി വരും ശരിക്കും ഒരു ആക്ടർ ഇത് വെക്കേഷൻ കാലഘട്ടമല്ലേ, നമ്മൾ വെക്കേഷൻ തുറന്നു. അപ്പോൾ വഴിക്ക് പടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പണ്ടത്തെ പോലെ ഞാൻ പടത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് ഒരു കോളേജ് പടത്തിലാണ്, നമ്മൾ എന്ന് പറയുന്ന ഒരു കോളേജ്. അന്ന് അത് 2002 ഡിസംബറിൽ റിലീസായി. അന്ന് ഏതൊക്കെയാണെന്ന് റിപ്പോർട്ട് റിലീസായത്? കല്യാണഗാനം, നന്ദൻ, യാത്രക്കാരൻ ശ്രദ്ധിക്ക്, നമ്മൾ 4 പടം ഹിറ്റടിച്ചു ഇല്ലേ? പക്ഷെ ഏറ്റവും ലാസ്റ്റ് ഹിറ്റടിച്ചതാണ് നമ്മൾ.
ഏറ്റവും ഫസ്റ്റ് ദിവസം ഹിറ്റ് ചെയ്ത് കല്യാണമാണ്, പിന്നെ യാത്ര വർഷത്തേക്ക്, അത് പിന്നെ പോലെ എല്ലാ വർഷവും ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു ഡയറക്ടർ പടം. അതിനുശേഷം നന്ദനം സ്ലോലി ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ എന്തോപോലെ ഫസ്റ്റ് ആഴ്ചയിലൊന്നും കൂവലോട് കൂവൽ ആളിന്റെ, പക്ഷെ ഏതൊക്കെയോ തിയേറ്ററുകളിലെ ആളുകൾ വരുന്നുണ്ട്, പടം ഇഷ്ടമാണ് അഭിപ്രായം വരുന്നുണ്ട്. പക്ഷെ അന്ന് പിടിച്ചു നിർത്തിയിരുന്ന സർഗചിത്ര എന്ന് പറഞ്ഞൊരു അപ്പച്ചന്റെ അല്ലേ റിലീസ്, അന്ന് ഒരു ആഴ്ച അപ്പച്ചൻ എന്താ പറയുന്നത് അറിയോ? രാത്രി റോഡ് സൈഡിലുള്ള തിയേറ്ററാണെങ്കിൽ ഗേറ്റിലെ ഹൗസ്ഫുൾ ബോർഡാണ് ഇട്ട്. അന്നത്തെ ടെക്നിക്കാ, നല്ല പടാന്ന് അഭിപ്രായമായിട്ട് കാര്യങ്ങളോടോ. അങ്ങനെ ഇട്ട് 2 ആഴ്ചക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ലായിരുന്നു. 3 വർഷം അങ്ങനെ വെയിറ്റ് ചെയ്യുമോ? ഇല്ല. ബാക്ക് ഇനിയിപ്പോ ഏത് ഭാഷയാണെങ്കിലും അവർ വന്ന് ഇത് ടപ്പായാണ് തട്ടിയിട്ട് അടുത്ത പടം കേൾക്കും ഇല്ലേ? അപ്പൊ നമ്മുടെ പിള്ളേര്, പുതിയ പിള്ളേര് ഒരു സംഭവം ചെയ്യുമ്പോൾ, പഴയ പിള്ളേര് ചെയ്യുമ്പോൾ നല്ലതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, മോശമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണ്ടെന്നല്ല. മോശമാണെങ്കിലും നല്ലതാണെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു വിളവുണ്ടാവുമ്പോ അതങ്ങ് ഇതങ്ങ് നിന്നൂടെ നമുക്ക്. എന്തിനീ അന്യനാട്ടിൽ നിന്ന് വരുന്ന സാധനം ഇങ്ങനെ ചർച്ചകൊണ്ടിരിക്കണം? ഇന്നിപ്പോ നടക്കുന്ന യുദ്ധമാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ നാട്ടിൽ ഗ്യാസ് ഇല്ലാത്തോണ്ടല്ലേ അല്ലേ? എന്നുവെച്ചോടെ യുദ്ധം ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞേ. ഓക്കെ, അപ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു സംഭവം ഉണ്ടാവുമ്പോ അത് ലോകത്തെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി എന്ന് തന്നെ പറയാം നമ്മുടെ ഇൻഡസ്ട്രി. അതായത് കൊറോണ വന്നിട്ട് പോലും ഇവിടെ നിർമ്മാണം നിർത്തി വെച്ചിട്ടില്ല, സിനിമാ നിർമ്മാണം. അതായത് മലയാളം സംസാരിക്കുന്ന വളരെ ചുരുക്കം ആൾക്കാരാണ്. പക്ഷെ ഞാൻ ഇന്ന് എനിക്ക് പോലും കേട്ടാൻ മനസ്സിലാവാത്ത, പറയാൻ പറ്റാത്ത ഓരോ രാജ്യത്തുള്ള ആൾക്കാർ നമ്മുടെ പടം കണ്ടുകൊണ്ട് അഭിപ്രായങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. അവിടെയൊക്കെ അവരുടെ ഭാഷയിൽ റിലീസ് ചെയ്യുക, വേറെ എവിടെ പടങ്ങൾ ഉണ്ടാവുന്നില്ല. ഇന്ത്യയിലാണെങ്കിലും വലിയ കാശുണ്ടായിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ദുബായി എത്ര പടം ഉണ്ടാവും? അപ്പൊ അത് മാത്രം പോരല്ലോ, കുറച്ച് പട്ടിണി എടുക്കുന്ന ആൾക്കാർ വേണം. പട്ടിണി ഇതൊക്കെ ഉണ്ടാവണം, നിങ്ങളും വേണം, വിമർശനം വേണം, എല്ലാ രീതിയിലുള്ള സംഭവം ഉണ്ടെങ്കിലാണ് ഇതൊക്കെ മുന്നോട്ട് പോകുള്ളൂ. പക്ഷെ എന്തിനു ഇരിക്കുന്നു? വെട്ടി 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 കത്തിച്ച് കളയാൻ വെട്ടിയാൽ മതിയില്ലേ കുറച്ചിങ്ങനെ ചെറുതായിട്ട് അല്ലേ? അപ്പൊ നല്ലതാണെങ്കിൽ നല്ലതെന്ന് നിങ്ങൾ പറയണം, മോശമാണെങ്കിൽ മോശം എന്ന് പറയണം. അതേ സ്പിരിറ്റോട് തന്നെ പറഞ്ഞോ, ഞാൻ അടിക്കുന്ന ആളാണ്, അടിക്കാത്ത ആളാണ്, അടിക്കുന്നില്ലെങ്കിൽ അടിക്കില്ല എന്ന് പറഞ്ഞു, അടിക്കുന്ന തന്നെ പറഞ്ഞു അല്ലേ? എന്താ പ്രശ്നം? ഒന്നുമില്ല. അപ്പൊ അതേപോലെ നല്ലതാണ് നല്ലതെന്ന് പറഞ്ഞു, മോശമാണ് മോശമാണെന്ന് പറഞ്ഞു. അത് പറയാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടല്ലോ. ആർക്കും കാശും കൊടുക്കണ്ട, റിവ്യൂ ഇല്ല. നല്ലതാണെങ്കിൽ മാത്രം കാശ് തന്നെ വാങ്ങുന്നപ്പോ മോശം എഴുതാൻ ആരെങ്കിലും കാര്യം വാങ്ങുന്നുണ്ടാവും. നിങ്ങളുടെ കാര്യം കട പറഞ്ഞ കുറച്ച് പേര് പെയ്ഡ് റിവ്യൂസിന്റെ ആൾക്കാർ പറയും, അതെ കാശ് നന്നായിട്ട് എഴുതാം, ഞാൻ പറഞ്ഞു മോശം എഴുതാം, എനിക്ക് കാശ് വേണ്ട. എന്റെ പേര് ഷൈനു. ഓക്കെ, ജേർണലിസം ഏത് കോഴ്സാണ് ചെയ്തത്? ഏതാണ്? മാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ. അപ്പോ ഞാൻ സത്യം പറഞ്ഞാല് ഈ ഡെർബി മൂവി കാണാൻ വേണ്ടിയിട്ടുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാല് തിയേറ്ററിൽ പോയപ്പോ അപ്പോ ഞാൻ കാണാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാല് വർക്ക് സ്ട്രെസ് ഇതെല്ലാം കൂടിയിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ സത്യം പറഞ്ഞാലും ഇൻസ്റ്റയില് ട്രെയിലർ കാണുന്നതോട് ഒരു റീൽ കാണാട്ടെ, അങ്ങനെയാണ് ഞാൻ പോയി കാണുന്നത്. ഞാൻ ഈ പടത്തില് ശരിക്കും എനിക്ക് എന്റെ കോളേജ് ലൈഫാണ് എനിക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. ഓരോ ആൾക്കാരെയും ഒന്നും എനിക്ക് പേഴ്സണലായിട്ട് അറിയത്തില്ല. ഞാൻ വർക്ക് ചെയ്യുന്ന മീഡിയയിൽ ഞാൻ ഈ പടത്തെ കുറിച്ച് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഞാൻ ഇവരാരും എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ടില്ല. ഞാൻ ഇവരെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാണ് ചെയ്തത്. ഇപ്പോൾ സജിലാണെങ്കിലും അമീനാണെങ്കിലും അമീനെ ഞാൻ ഇന്ന് രാവിലെ ഞാൻ അമീൻ മെസ്സേജ് അയച്ചിട്ട് ഞാൻ പറയുകയും ചെയ്തു. അതായത് ഒരു പടം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ബേസിക്കലി എനിക്ക് ഒരു സിനിമ എഴുതണം എന്നുള്ള ഒരു താല്പര്യമുള്ള ഒരാളാണ്. ഞാനൊരു 4 വർഷമായിട്ട് ഞാനൊരു സിനിമയുടെ ഒരു എന്താണ് ഓൺലൈൻ ഞാൻ എഴുതി ഷോർട്ട് പീസിൽ വെച്ചിരിക്കുകയാണ്. ഞാനിത് പലരുടെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ കിട്ടുന്ന എനിക്ക് നടന്നിട്ടില്ല. പക്ഷെ എനിക്ക് ഇത് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയില്ല. പക്ഷെ എന്നെ പോലെ ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇതുപോലെ ഷോർട്ട് പീസ് ചെയ്യപ്പെട്ടിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ കഥകൾ വെച്ചിട്ട് അങ്ങനെയുള്ള ആളുകളുടെ മുന്നിൽ ഇവരെ പോലുള്ള പുതിയ ആൾക്കാരെ വെച്ച് സിനിമ ചെയ്യുമ്പോൾ അതിനെ ഇങ്ങനെ നെഗറ്റീവൈസ് ചെയ്യുന്നത് മനസ്സോട് വിഷമം തോന്നിയിട്ടാണ് ഞാൻ ശരിക്കും ഞാൻ ആ റിവ്യൂ
സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഞാൻ എന്റെ ഒരു വീഡിയോ ക്യാമറയൊക്കെ ഉൾക്കാണെങ്കിൽ ഞാൻ ഈ ഒരു ടീമിനെ ഒന്ന് കാണണം, നിങ്ങളോട് എന്റെ ഈ ഒരു അഭിപ്രായം പറയണമെന്നുള്ളൊരു സോഷ്യൽ മീഡിയ എന്റെ കൂടെ ചർച്ച ചെയ്യുന്നത് റീലിട്ട കമന്റാണ്. അതായത് തൊലിക്കട്ടി കൂടി അതിന്റെ കൂടെ കുറച്ച് നേരം ഉണ്ടായിരുന്നു കൂടി നമുക്ക് ഉള്ളതല്ലേ കൂട്ടാൻ പറ്റുള്ളൂ. തൊലിക്കട്ടി കൂടും നല്ലതാ നമ്മളെ പുറത്തേക്ക് പോകുമ്പോ. പുള്ളി നമ്മളെ പുറത്തേക്ക് പോകുന്ന ഞാൻ പറഞ്ഞു എന്നാ കുറച്ച് തൊലിക്കട്ടി കിട്ടും, അല്ലെങ്കിൽ പുള്ളി ആകെ പെട്ടുപോയല്ലേ. അപ്പൊ അങ്ങനെയെങ്കിലും നല്ലതല്ലേ ചെയ്യുന്നുള്ളൂ നമ്മള്. വാസ്തവമുണ്ട്, നമ്മൾ ഇല്ലാത്ത കാര്യം പറയാറില്ല, ഉള്ള കാര്യം ശരിക്കും പറയാറില്ല. നമ്മൾ അത് പറഞ്ഞാൽ അല്ല, ഷൈജാനായിട്ട് നമുക്ക് അത്ര ഈ കോമ്പിനേഷൻ സീനുകൾ പറയുന്നത് ആകെ രണ്ടോ മൂന്നോ ദിവസങ്ങളിലുണ്ടായിരുന്നു. ആകെ 2 ദിവസത്തിലുണ്ടായിരുന്നു, 2 ദിവസം ഉണ്ടായിരുന്നു. ഉച്ച വരെയാണ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കൂടുതൽ അടുക്കള പറ്റിയില്ല. 3-4 ദിവസം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പാക്കൊക്കെ ചെയ്ത് വന്നു. കുറേ പഠിക്കുന്ന സമയത്തേ പോയിട്ടില്ല. ഡർബിയില് നോക്കിക്കഴിഞ്ഞാൽ എന്റെ കൂടെ തൊലിക്കട്ടി അനുഭവം എനിക്ക് ഈ പറഞ്ഞത് എന്റെ പറഞ്ഞ പോലെ എനിക്ക് പാട്ടും സ്റ്റെപ്പ് പഠിക്കാൻ തിരക്കും. ഞാനാണെങ്കിൽ പേര് പഠിക്കാനുള്ള തിരക്കും. ഞാൻ അടുത്ത അവസരത്തിൽ തൊലിക്കട്ടി കൂട്ടാം. ആ അതാരാ എന്താ ആ ചോദ്യവും ഈ പടവും തമ്മിൽ എന്ത് ബന്ധം? ഞാൻ വേറെ കുറച്ച് രാജ്യങ്ങളിലെ വലിയ അവിടെ അമിട്ട് പൊട്ടിച്ചോണ്ടിരിക്കല്ലേ. ആരും ഡൊണാൾഡക്കും സ്കൂളിൽ പഠിക്കാൻ അതൊരു മത്സരം പോലെ തന്നെ കാണും. എന്തായാലും ചെയ്യും. എല്ലാ മണ്ഡലത്തിലും ജയം ഉറപ്പാണ്. ഞാൻ പറഞ്ഞു എല്ലാ മണ്ഡലത്തിലും ജയം ഉറപ്പാണെന്ന് അല്ലേ? ഓക്കെ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? ആ അല്ല, നമ്മൾ ആക്ച്വലി നല്ല എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണോ ഞാൻ ഇപ്പോഴും ഇവിടെ വന്നിരിക്കുന്നത്. 2-3 മുന്നേ വിളിക്കാൻ തുടങ്ങിയതാണ്. അന്ന് എനിക്ക് പക്ഷെ എഴുന്നേറ്റ് നടക്കാൻ തീരെ വയ്യാത്തത് കൊണ്ടുപോയി. അപ്പൊ എന്തായിരിക്കും വയ്യായെന്ന് ആലോചിച്ച് സത്യം നമ്മൾ പറയില്ല, സീരിയസ് ആയിട്ട് പറഞ്ഞ കണ്ണിനാണെന്നറിയില്ല ഇതൊരു വൈറസ് കൊച്ചിക്കുന്ന പാൻറ് ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് സ്റ്റോപ്പ് ചെയ്തത്. നിലവിൽ ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളതിൽ ഏറ്റവും സീനിയർ ആയിട്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടർ ഷൈൻജാനാണ്. ബാക്കിയുള്ള എല്ലാവരും ഒരു വർഷം കൂടുതൽ എക്സ്പീരിയൻസ് അഭിനയ മേഖലയല്ലേ? അഭിനയ മേഖല ഇനി 44 എന്നൊക്കെ പറയും. ഇതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ നെക്സ്റ്റ് ജനറേഷൻ ആണ് സിനിമയിൽ, മലയാള സിനിമ. അപ്പം ഇതിലേക്ക് വരുമ്പോ നെക്സ്റ്റ് ജനറേഷൻ ആണ്, ഇപ്പം ജെൻസി ആണ്. അപ്പൊ ഇവരിൽ നിന്ന് എന്തൊക്കെ പഠിക്കാൻ പറ്റി, അല്ലെങ്കിൽ ഷൈൻജാനിന് എന്തൊക്കെ ഇവരെ പഠിപ്പിക്കാൻ പറ്റി? എനിക്ക് ഇവരൊന്നും പഠിക്കേണ്ട കാര്യമില്ല, ഇവരൊക്കെ പഠിച്ചു വന്നിട്ടുള്ള ഇവരിനി പടം ചെയ്യുന്ന സമയത്ത് നമ്മളെങ്ങനെ വിളിക്കുക, ഇടയ്ക്ക് അച്ഛനായിട്ടും അമ്മാവനായിട്ടും മനസ്സിലായ ഡാഡി റോളാണെങ്കിലും അല്ലേ, നല്ല പഞ്ചാര ഡാഡി റോളാണെങ്കിലും അത് ഇംഗ്ലീഷിൽ പറയണമെന്ന് മലയാളി പറയുന്നത്. നിങ്ങൾ ഇംഗ്ലീഷിലാണ് നേരത്തെ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ട്രെൻഡിങ് രീതികളൊക്കെ ചെയ്തിട്ടാണ് ഒരു കഥാപാത്രമൊക്കെ. അപ്പൊ അതൊക്കെ ഇത്തോടെ ഹെൽപ്പായിട്ടാണ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് റീൽസുകളൊക്കെ ചെയ്ത് ട്രെൻഡിങ് ആയതിനു ശേഷമാണ് ഡെർബിയിൽ ഒരു മുഴുനീള കഥാപാത്രം അവതരിപ്പിക്കുന്നത്. അത് എത്രത്തോളം ഹെൽപ്പായിട്ടുണ്ട് ഡെർബി ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള യൂത്ത് ആയിട്ടുള്ള ഒരു മൂവിയാണ്.
അത് സജനിക്കാലത്താണ് അത് താങ്ക്സ് പറയുന്നത്. കാരണം ഇപ്പൊ ഞാനൊരു സജഷൻ പറയുമ്പോഴും പുള്ളി അത് നല്ലതാണോ ചീത്തയാണോ നോക്കിയിട്ട് നല്ലതാണെങ്കിൽ അത് കിട്ടും, കുഴപ്പമില്ല. അത് തിയേറ്ററിൽ വർക്കായി. കാരണം ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞത് കോമഡീസ് വർക്കായി, ഇപ്പം ആക്ഷൻ വർക്കായി, സെന്റിമെന്റ്സ് വർക്കായി. 22 വയസ്സ് 47. സുമതി ഒരു ക്യാരക്ടർ എല്ലാവരും സ്വീകരിച്ചു. അതുപോലെ ഇപ്പൊ തിയേറ്റർ വിസിറ്റ് പോയി കഴിഞ്ഞാല് മറിയാന്നുള്ളൊരു വിളി കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ എന്താ തോന്നുന്നത്? ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ തിയേറ്ററിൽ പോയപ്പോ ആൾക്കാര് ഈ ഇതിലെ സിനിമയുടെ പേര് അറിയാന്ന് പറഞ്ഞിട്ടാണ് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ ഷൂട്ട് ചെയ്യുമ്പോഴൊന്നും നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല നമ്മൾ ആ ക്യാരക്ടറായിട്ട് ആൾക്കാർ കാണുന്നതൊക്കെ. പക്ഷെ ഫ്രം ദ ഡേ വൺ എന്തൊക്കെ നെഗറ്റീവ്സ് വന്നാലും എന്തൊക്കെ ഉണ്ടെങ്കിലും സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. അതിപ്പോ സിനിമയാണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ് നമ്മള്. ഇപ്പൊ ഓരോ തിയേറ്റർ വിസിറ്റിന് പോകുമ്പോൾ ഇപ്പൊ ഞാനാണെങ്കിലും അങ്ങനെയാണെങ്കിലും ആരുമാണെങ്കിലും എല്ലാവർക്കും അതിൻ്റെതായ അപ്രീസിയേഷൻസ് കിട്ടാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മളൊക്കെ തുടക്കക്കാരാണ്. നമ്മൾ ആ ചെയ്തിട്ടുള്ള ആ ഒരു ക്യാരക്ടറിന് അപ്രീസിയേഷൻ കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷം. ഏറ്റെടുക്കുന്ന വിശ്വാസം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ചെയ്യുമ്പോൾ അത്രയും കോൺഫിഡന്റ് ആയിട്ടാണ് ചെയ്തത്. പടം ഇറങ്ങിയപ്പോൾ റിവ്യൂസിന്റെ കാര്യങ്ങളുണ്ടാവും. അതേപോലെ ഏറ്റവും കേട്ട ഇതാണ് പടത്തിന്റെ ക്ലൈമാക്സ് പ്രതീക്ഷിച്ച പോലെയല്ല. ഇച്ചിരി പ്രോപ്പർ എത്തിക്ക് കൊടുക്കാതെ അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് എന്നുള്ളതിന് വന്ന ആ ഒരു ടൈപ്പ് അവസാനം എന്തെങ്കിലും കൊണ്ടപ്പോൾ കിട്ടിയില്ല എന്നൊരു ഇത് കോമൺലി എന്നുള്ളൊരു ഇതായിരുന്നു. ശരിക്കും അങ്ങനെ ഒരു തോട്ടം ഉണ്ടായിരുന്നു. ഞാനതിന്റെ ഇപ്പൊ പറയുമ്പോ നിങ്ങളെ എല്ലാവർക്കും ക്ലൈമാക്സ് ആണ് വർക്കായിട്ടുള്ള ഫെയിൽഗുഡായിട്ട് നിൽക്കുക. നമ്മള് ഒരു ക്യാമ്പസ് ആണ് പടം. അൾട്ടിമേറ്റ്ലി ക്യാമ്പസ് ആണ് പടം. ക്യാമ്പസിനകത്ത് ഇപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മള് ബാക്കി വലിയ കൊമേഴ്ഷ്യൽ പടം ചെയ്യുന്ന പോലെ നമ്മൾ വലിയ, ഞാൻ നേരത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ പോലെ തന്നെ വലിയൊരു ബ്രൂട്ടൽ പരിപാടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരിക്കലും വർക്കാവില്ല. അത് വർക്കാവുക മാത്രമല്ല, അത് തിരിച്ച് വരും. ശരിക്ക് ഞാൻ PG കഴിഞ്ഞിട്ട് ഇപ്പൊ 2 വർഷം കഴിഞ്ഞുള്ളൂ. ഞാൻ PG 2 വർഷമായിട്ടുള്ളൂ. അപ്പോ എന്താ സംഭവം എന്ന് വെച്ചാല് അവിടെ നടക്കുന്നതാണ് ഈ ക്യാമ്പസിലുള്ള ഒരുപാട് സംഭവം. ആ ക്യാമ്പസിൽ നമ്മുടെ സാധനങ്ങൾ നമ്മുടെ ഇൻസിഡൻസ് ആണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ അത് അങ്ങനെ കറക്റ്റ് ആവുന്ന പരിപാടിയാണ്. അപ്പോ ഒരിക്കലും അവിടെ പോയിട്ട് നമ്മൾ വലിയ ഡിസ്റ്റൊക്കെ ഇട്ടിട്ട് അവിടെ വലിയ പരിപാടി ആക്കിയാലും ബെറ്റർ. വളരെ സിമ്പിൾ ആയിട്ട് എന്താണോ നോർമലി ലൈഫിൽ നടക്കുന്നത് അതുപോലെ ഒരു ഫീൽ ഗുഡ് ആയിട്ട് നോക്കിയതാണ്. പറയുന്നത്